ഈ ന്യൂസ് ബിറ്റിനേക്കാളും എന്നെ ഫ്രസ്ട്രേറ്റഡ് ആക്കിയത് ഇതിൽ വന്ന കമന്റ്സ് ആണ്. അബോർഷൻ ചെയ്യാൻ പോകുന്ന സ്ത്രീകളെല്ലാം മോശക്കാരാക്കി, ഇതെല്ലാം പ്രീ മാരിറ്റൽ ഇമ്മോറൽ സെക്സിന്റെ ഭാഗമാക്കിയിട്ട് കമന്റിൽ സദാചാരം വിളമ്പുന്ന കുറെ ആളുകൾ. ഈ കണക്കെല്ലാം അതാണെന്ന് അങ്ങ് സ്ഥാപിച്ചു. ഇവർ ഉദ്ദേശിക്കുന്ന ഈ അൺമാരീഡ് ന്യൂജൻ പ്രഗ്നൻസീസ് പണ്ടത്തെക്കാളും ഇപ്പൊ കൂടുന്നുണ്ടെങ്കിൽ കൂടി ഈ കണക്കിൽ അത് മൈനോറിറ്റി മാത്രമാണ്. ഈ സെയിം ഗ്രൂപ്പ് തന്നെ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുന്ന അവയർനെസിന്റെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാളും മുന്നിലുമാണ്. ഇനി ആ അവയർനെസ് ഇല്ലാത്തവരാണെങ്കിൽ അബോർഷൻ സീക്കാനുള്ള അവയർനെസ്സും അവർക്ക് കുറവാണ്. മിക്കവാറും ഇത്തരം പ്രഗ്നൻസീസ് ഡിറ്റക്ട് ചെയ്യാൻ വൈകുകയാണ് ചെയ്യാറ്. ഗർഭിണി ആയതുപോലും അറിയാതെ ബാത്റൂമിലൊക്കെ പ്രസവിക്കുന്ന കഥ കേട്ടിട്ടില്ലേ? ഈ കണക്കിൽ മാക്സിമം ഉള്ളത് മാരീഡ് ആയിട്ടുള്ള ആളുകളുടെ അബോർഷൻ തന്നെയാണ്. അതും 3 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിട്ടും കോൺട്രാസെപ്ഷനോ സ്റ്റെറിലൈസേഷനോ ഒന്നും യൂസ് ചെയ്യാതെ അൺവാണ്ടഡ് പ്രഗ്നൻസീസ് കളയാൻ വരുന്ന ആളുകളുടെ. മാത്രമല്ല ഈ കണക്കില് താനേ അബോർഷൻ ആവുന്ന പ്രഗ്നൻസീസ്, റേപ്പ് കാരണം, കുഞ്ഞിന് വൈകല്യങ്ങൾ കാരണം മറ്റൊക്കെ ആയിട്ട് കളയുന്ന പ്രഗ്നൻസീസ്, അങ്ങനെ പലതും ഇൻക്ലൂഡഡും ആണ്. ഇതൊക്കെ ആരാലോചിച്ചു അല്ലേ? ഈ കമന്റിലിരുന്ന് സദാചാരം വിളമ്പുന്ന എത്ര ആളുകൾ വീട്ടിലൊരു കോണ്ടെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചോളൂ. എന്നാലും പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഈ 9 വർഷമായിട്ട് അബോർഷൻ റേറ്റ് ഇത്രയും കൂടാൻ കാരണം എന്തായിരിക്കും? അതിന് വേറെ പല റീസൺസും ഉണ്ട്. നിങ്ങളും ഒന്ന് ചിന്തിച്ചു പറഞ്ഞേ. ആൻഡ് സ്റ്റേ ട്യൂൺഡ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ ന്യൂസ് ബിറ്റിന് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ന്യൂജൻ പ്രഗ്നൻസീസ് അല്ലെന്നും ഇതിൽ 90% കൂടുതലും കല്യാണം കഴിഞ്ഞ ആളുകളുടെ അബോർഷൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ ഈ റേറ്റ് ഇങ്ങനെ ഇത്രയും കൂടുന്നതിന്റെ കാരണങ്ങൾ എന്തായിരിക്കും എന്ന് അറിയണ്ടേ? 1971 MTP ആക്ടിലാണ് ലീഗലി അബോർഷൻ ചെയ്യുന്നതിന്റെ നിയമങ്ങൾ വിശദീകരിക്കുന്നത്. ഇത് വെച്ചിട്ട് മാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് മാത്രം വളരെ റിലവന്റ് ആയിട്ടുള്ള 4 കാരണങ്ങൾ കൊണ്ട് 20 ആഴ്ച വരെ മാത്രം ചെയ്യാവുന്ന ഒന്നായിരുന്നു MTP. എന്നാൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. 2021 സുപ്രീം കോടതി ഒരു ഭേദഗതി വരുത്തുകയും അബോർഷൻ ഒരു ഹ്യൂമൻ റൈറ്റ് പോലെ ആവുകയും ചെയ്തു. കല്യാണം കഴിയണമെന്നില്ല, തനിക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യേണ്ട എന്നൊരു ഫീമെയിൽ തീരുമാനിച്ചാൽ അതിപ്പോ ലീഗലി വാലിഡ് ആണ്. മാത്രമല്ല റേപ്പ്, കുഞ്ഞിന് വൈകല്യങ്ങൾ മുതലായ സീരിയസ് റീസൺസിൽ ഇത് 24 ആഴ്ച വരെ അലോഡ് ആക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു അബോർഷൻ ഡിനൈ ചെയ്യുക എന്നത് ഡോക്ടേഴ്സിന് ലീഗലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വിമൻ എംപവർമെന്റ് ഭാഗമായിട്ടും മാത്രമല്ല ഇല്ലീഗൽ അബോർഷൻസ്, ഷോപ്പിലൊക്കെ പോയിട്ട് അബോർഷൻ പിൽസ് കഴിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഒക്കെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമം വന്നത്. അതോടെ അബോർഷൻ എല്ലാവർക്കും പെട്ടെന്ന് അവൈലബിൾ ആയി തുടങ്ങി. ഇതാണ് ഒരു മെയിൻ റീസൺ. മുമ്പുള്ള സ്ത്രീകൾക്ക് പ്രഗ്നൻസി തന്നെ പ്ലാൻ ഇല്ലാതെ വരും, അത് മുന്നോട്ട് പോകും എന്നല്ലാതെ അത് കളയാമെന്നൊരു ഓപ്ഷൻ ഒന്നും മുന്നിലില്ലായിരുന്നു. ഇന്ന് പ്രഗ്നൻസിയേക്കാൾ കരിയറിന് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ടും ഈ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ടും ഒക്കെ ഉണ്ടായ മാറ്റാണിത്. തന്റെ ലൈഫിനും കരിയറിനും ഒക്കെ പ്രഗ്നൻസി ഒരു ബർഡൻ ആവാതെ നോക്കുക എന്നതൊക്കെ ശരി, പക്ഷേ ഉണ്ടായ കുഞ്ഞിനെ നശിപ്പിക്കുക എന്നതാണോ എന്റെ സൊല്യൂഷൻ? മറിച്ച് എനിക്കിപ്പോ പ്രഗ്നൻസി വേണ്ട, എനിക്കിനി പ്രഗ്നൻസിയേ വേണ്ട, ഈ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഫാമിലി പ്ലാനിങ്. ചിന്തിക്കുക. കഴിഞ്ഞില്ല, ഇനി മറ്റു റീസൺസ്. ഇവിടെ മലബാറിലെ നിക്കാഹ് ചെയ്തിട്ടിട്ട് 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ റിസപ്ഷൻ വെക്കുന്ന പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷമൊക്കെ ആയി. ഇതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്ന പ്രഗ്നൻസീസ് എല്ലാം അബോർഷൻ ചെയ്യാൻ നടക്കുന്ന ആളുകളുടെ എണ്ണം ചില്ലറയല്ല. ഇത് ചിന്തിച്ചേ മതിയാവും. ഇത് ഇമ്മോറൽ പ്രഗ്നൻസി ഒന്നും അല്ല കേട്ടോ, പക്ഷേ നാണക്കേട് മുഖ്യം. നേരത്തെ തന്നെ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നവർക്കും ടൂറിന് വിടുന്നവർക്കും ഒരു കോണ്ടം വാങ്ങാൻ പഠിപ്പിക്കാൻ മാത്രം പറ്റില്ല. കോൺട്രാസെപ്ഷനും സ്റ്റെറിലൈസേഷനും ഒക്കെ ഹറാമാണ്, പക്ഷെ അബോർഷൻ ഹലാലാവും ഈ കൂട്ടർക്ക്. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതിനെങ്ങനെയാണ് അറുതി വരുത്തുക? ചിന്തിക്കാം. ഇനി ഒരു 3ാമത്തെ റീസൺ സ്വാഭാവികമായിട്ടുള്ള അബോർഷൻ ഇന്ന് കൂടുന്നു എന്നുള്ളതാണ്. കൺസീവ് ചെയ്യുന്ന ഏജ് കൂടുന്നു, മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നു, ഹൈ റിസ്കി പ്രഗ്നൻസീസ്, IVF പോലുള്ള ഇൻഫെർട്ടിലിറ്റി പ്രഗ്നൻസീസ് എല്ലാം കൂടുന്നു. സോ സ്പോണ്ടേനിയസ് അബോർഷൻസും ഇപ്പൊ കൂടും. ഇനി 4, മുമ്പ് വൈകല്യങ്ങളും ജനിതക പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ചുറ്റും എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്നു അല്ലെ? ഇന്ന് അതൊക്കെ വളരെ കൃത്യമായി നേരത്തെ തന്നെ തിരിച്ചറിയാനുള്ള സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം പ്രഗ്നൻസീസ് മുന്നോട്ട് പോകാൻ പലരും ആഗ്രഹിക്കാറില്ല. അപ്പൊ അതിന്റെ MTP റേറ്റും കൂടും. ചുരുക്കത്തില് ഈ കൂടുന്ന റേറ്റ് അലാമിങ് തന്നെയാണ്. അവസാനത്തെ 2 റീസൺസ് ഒക്കെ മാറ്റിക്കളഞ്ഞിട്ട് ഓർക്കേണ്ടത്, ആർക്കും വേണ്ടാത്ത പ്രഗ്നൻസീസ് മുന്നോട്ട് പോകാതിരിക്കുന്നത് തന്നെ ആയിരിക്കും ആ കുഞ്ഞിനും അമ്മയ്ക്കും നല്ലത് എന്നത് ശരിയാണ്. എന്നാൽ ആർക്കും വേണ്ടാത്ത ഒരു പ്രഗ്നൻസി ഉണ്ടാക്കാതെ നോക്കുക എന്നതല്ലേ ഇതിന്റെ സൊല്യൂഷൻ. ഇനി നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക.